ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശാന്ത് വയലറ്റാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോയുമായാണ്. നമ്മുടെയൊക്കെ കയ്യിലുള്ള വണ്ടിയുടെ ടൈൽ ലാമ്പ്, ഇൻഡിക്കേറ്റർ ഇതിനൊക്കെ പഴക്കം വന്നു കഴിഞ്ഞാൽ കൂടുതലും നമ്മളത് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ സ്പെയർ പാർട്സിൻ്റെ കടകളിൽ നിന്നും പഴയ വണ്ടിയുടെ ടൈൽ ലാമ്പ്, ഇൻഡിക്കേറ്റർ കിട്ടാൻ നല്ല പാടാണ്. കിട്ടിയാൽ തന്നെ അത് സെക്കൻഡ് ക്വാളിറ്റി ആയിരിക്കും. സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ അതിന് ലൈഫ് കുറവും ഭംഗിയും കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടൈൽ ലാമ്പ്, ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടില്ലെങ്കിൽ ഒരു ക്ലിയർ കോട്ടിങ്ങിലൂടെ നമുക്കത് പുതിയ ടൈൽ ലാമ്പിനേക്കാളും ഭംഗിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഇത് സുസുക്കി സാമുറായിൻ്റെ മാറ്റിയ പഴയൊരു ടൈൽ ലാമ്പാണ്. പിന്നെ എടുത്തിരിക്കുന്നത് യമഹ RX100ൻ്റെ ടൈൽ ലാമ്പാണ്. പിന്നെ ഇത് വെസ്പ സെലക്റ്റിൻ്റെ അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ടൈൽ ലാമ്പാണ്. ഇത് 400ൻ്റെ ഒരു വാട്ടർ പേപ്പറാണ്. ഇതിൽ നിന്നൊരു ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് ടൈൽ ലാമ്പ് നൈസായി ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. പിന്നീട് സർഫ് ഉപയോഗിച്ചൊന്ന് കഴുകണം. എന്നിട്ട് വെയിലത്ത് വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ആറിയതിന് ശേഷം ക്ലിയർ കോട്ട് ചെയ്യാം. അപ്പോൾ ക്ലിയർ കോട്ട് ചെയ്യുന്നതിന് മുൻപേ ടിന്നർ ഉപയോഗിച്ച് ഒന്ന് തുടക്കണം. ക്ലിയർ കോട്ട് ഇതിൻ്റെ ഗ്ലാസ്സിൽ സെറ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഗ്ലാസിൻ്റെയും ടൈൽ ലാമ്പ് ഗ്ലാസിൻ്റെയും ക്ലിയർ കോട്ടിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിൽ കൂടുതലും ഭംഗിയും ഷൈനിങ്ങും ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ വണ്ടീൻ്റെ ടൈൽ ലാമ്പ് ഗ്ലാസ്, ഇൻഡിക്കേറ്റർ ഗ്ലാസ് പഴക്കം കൊണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻപേ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. നമ്മൾ സ്പെയർ പാർട്സിൻ്റെ കടകളിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാൾ ലൈഫും അതുപോലെ ഭംഗിയും ഇതിന് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. 2 സ്ട്രോക്ക് ബൈക്കുകളുടെ നിരവധി വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.